ഇതുവരെ കാര്യങ്ങൾ വളരെ ശരിയാണ് കിട്ടുന്നത് കേട്ടാ. ഇനിയല്ലേ ട്വിസ്റ്റ്. എന്റെ ദൈവമേ, വാച്ചപ്പാലിലേക്ക് ഞാൻ കയ്യൊക്കെ ഇട്ട് നോക്കിട്ടോ. ഇതായിരുന്നു കേട്ടോ അവളുടെ എക്സ്പ്രഷൻ. പക്ഷെ അത്ര DJ ഫാമിലിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള മാനസികാവസ്ഥയിലൊന്നുമല്ല കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്തു പറ്റിയെന്നല്ലേ, വീഡിയോ കണ്ടോളൂ. ഈ വീഡിയോ കണ്ട് മസ്കുമെലം കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോയതാണ് കേട്ടോ ഞാൻ. ഇവരിതിൽ പറയുന്നത് പോലെ പാലിൽ ചേർക്കാൻ എൻ്റെ കയ്യിൽ കസ്റ്റാർഡ് പൗഡർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ കയറി തപ്പിട്ടോ കോൺഫ്ലോർ കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ കിട്ടി. അങ്ങനെ ആ വീഡിയോയും ഈ വീഡിയോയും എടുത്ത് എൻ്റെ വക ഐസ്ക്രീം ഉണ്ടാക്കാൻ ഞാൻ പുറപ്പെട്ടു. അളന്ന് തൂക്കി ഒരു 250 ml പാല് ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചു. അതിലേക്ക് ഞാൻ സെർച്ച് ചെയ്ത് കിട്ടിയ വീഡിയോയിൽ കണ്ടതുപോലെ ഒരു സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തു. കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തു. പിന്നീട് ഒരു 125 ഗ്രാം പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഈ മിക്സ് സ്റ്റൗവിൽ വെച്ച് കുറുക്കിയെടുക്കാം. അങ്ങനെ ഇത് പാകം പരുവമായി ഒന്നറിയാൻ തിളച്ച പാലിലേക്ക് ഞാൻ കയ്യൊക്കെ ഇട്ട് നോക്കിട്ടോ. എന്നിട്ട് മതിയാകഞ്ഞിട്ട് ഞാൻ സ്പൂണിലൊക്കെ വരച്ചൊക്കെ നോക്കിയേ. ഒരുവിധം കുറുകി വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി റൂം ടെമ്പറേച്ചറിൽ തണുക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. പാട കെട്ടാതിരിക്കാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തേ. അങ്ങനെ ഞാൻ മസ്കുമെലനെല്ലാം കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ കുരുവെല്ലാം മാറ്റിക്കളഞ്ഞു. ഒരു സ്പൂൺ ഉപയോഗിച്ച് അതിൻ്റെ പൾപ്പൊക്കെ എടുത്തു കേട്ടോ. ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ മോളും എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെ ഇത് ഐസ്ക്രീം ആണെന്നും പറഞ്ഞ് അവൾക്ക് കൊടുക്കും എന്നാണ് കേട്ടോ ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ഞാനിത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലേക്ക് ഇട്ടു കേട്ടോ. ഇതുവരെ കാര്യങ്ങൾ വളരെ ശരിയാണ് കിട്ടുന്നത് കേട്ടാ. ഇനിയല്ലേ ട്വിസ്റ്റ്. പാല് നന്നായി തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയൊന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടാ. ഒരുവിധം തണുത്തപ്പോൾ ഞാനതിലേക്ക് ഒഴിച്ചു. രണ്ടും കൂടി ഞാൻ മിക്സിയിൽ നന്നായി അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ തന്നെ കുടിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതിനായി മാറ്റി വെച്ചിരുന്ന പൾപ്പിലേക്ക് ഞാൻ കുറച്ച് പഴവും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഇട്ട് കൊടുത്തേ. എന്നിട്ട് ഞാൻ അടിച്ചെടുത്ത മിക്സ് ആ മസ്കുമെലിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തു. നട്ട്സും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് രുചിച്ചു നോക്കിട്ടോ. എൻ്റെ ദൈവമേ, വായ വെക്കാൻ കൊള്ളില്ല, അത്രയ്ക്ക് കയ്പായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ആവട്ടെ, ഉണ്ടാക്കിയതല്ല, അതിന് ടെക്സ്ചറെങ്കിലും ശരിക്കും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാനതെല്ലാം അടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചു. എന്നിട്ട് ഞാൻ ആദ്യം കണ്ട വീഡിയോ എടുത്ത് നോക്കിട്ടോ. അതിലവർ മസ്കുമെലൻ പൾപ്പ് സെപ്പറേറ്റ് അടിച്ചൊഴിക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒഴിച്ച പാൽ അത്ര തണുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കയ്പരസം വന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നോക്കിട്ടോ. മുകൾ ഭാഗം മുറിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സോ അത് മുറിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയാൽ ഞാൻ ഒരു സ്പൂൺ എടുത്ത് നോക്കിട്ടോ. അപ്പം അടിയിൽ ഉറച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പാടുപെട്ട് അതിൽ നിന്നൊരു കഷ്ണങ്ങ് എടുത്തു. കഴിച്ചു നോക്കിയപ്പോൾ ഉണ്ടല്ലോ, നേരത്തെ പോലെ കയ്പരസമൊന്നുമില്ല കേട്ടോ. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ നന്നായി ഉറച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെയും അത് മൂടി ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ ഞാൻ തുറന്നു നോക്കിട്ടോ. നന്നായി ഉറച്ചിട്ടായിരുന്നിരുന്നത്. അങ്ങനെ ഒരു കത്തിയൊക്കെ വെച്ച് എങ്ങനെയൊക്കെയോ ഞാനത് മുറിച്ചെടുത്തു. എന്നിട്ട് ഞാനത് അവൾക്ക് കഴിക്കാൻ കൊടുത്തു കേട്ടോ. ഇതായിരുന്നു കേട്ടോ അവളുടെ എക്സ്പ്രഷൻ. പക്ഷെ അത്രയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത്ര കയ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മസ്കുമെലൻ ഐസ്ക്രീം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.